ഒരു ചോദ്യം കൂടി കേരളത്തിലെ SFIയോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. PM ശ്രീ പദ്ധതി ഒപ്പിടുന്നത് ABVPയുടെ സമര വിജയമാണെന്ന് ABVP സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ ABVPയുടെ സമര വിജയത്തിന് വേണ്ടി കേരള സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ നിന്നുകൊടുക്കുമ്പോൾ SFIക്ക് ഈ വിഷയത്തിൽ യാതൊരു നിലപാടുമില്ലേ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ RSSന് അടിയറവ് വയ്ക്കാൻ വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ രാജ്യത്ത് നടക്കുകയാണ്. ഇവിടെ കേരളത്തില് സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം നമ്മൾ കുറേയേറെ നാളുകളിൽ കണ്ടതാണ്. അന്ന് സർക്കാർ ഗവർണർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ പ്രചനവേഷം കേട്ടുന്ന ഒരു ആളുകളായി SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാറിയിരുന്നതെല്ലാം കേരളീയ പൊതുസമൂഹം കണ്ടിരുന്നതാണ്. സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിന്റെ രക്ഷകരായി അവതരിക്കുന്ന ഗവർണർക്ക് വേണ്ടി വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്നു എന്ന് സൃഷ്ടിക്കുന്ന SFI എന്താണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതായാണ്. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കാൻ ഈ സർക്കാർ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാരിന്റെ നയമെങ്കിൽ വലിയ രീതിയിലേക്കുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കും. കഴിഞ്ഞ നാളുകളിൽ നടത്തിയതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകും. ഒപ്പം കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിന്റെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുക, നരേന്ദ്രമോദി സർക്കാരുമായിട്ട് നടത്തുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് നാടകത്തെ കേരളീയ പൊതുസമൂഹത്തിന് മുൻപിലും വിദ്യാർത്ഥി സമൂഹത്തിന് മുൻപിലും തുറന്നു കാണിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് KSU മുന്നോട്ട് പോകും. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിനെയും ഞങ്ങൾ പ്രീതിപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ഡീലുകളാണ് ഈ പറയുന്ന കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തുന്നത്. കേന്ദ്ര സർക്കാർ എന്ത് ആഗ്രഹിക്കുന്നു അതിന്റെ പുനരാവിഷ്കരണമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങൾ സുവ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ എന്ത് നടപ്പിലാക്കണം അത് പിണറായി വിജയനിലൂടെ നടപ്പിലാക്കുകയാണ് ഇന്ന് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധപതിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലേക്ക് പ്രതിഷേധാർഹമാണ്. കാലം നിങ്ങളെ ഒറ്റുകാരനെന്ന് മുദ്ര കുത്തുമെന്ന് പിണറായി വിജയൻ ഓർക്കുക. ഈ പിണറായി വിജയന് വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ റോളുകൾ വളരെ വൃത്തിയായിട്ട് നിർവഹിക്കുന്ന ശിവൻകുട്ടി, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള ഈ സർക്കാരിന്റെ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. താഴെത്തട്ടില് ആദ്യഘട്ടം എന്ന നിലയിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഒരു ക്യാമ്പയിനുമായിട്ടാണ് ഞങ്ങൾ അത് കടന്നു വരുന്നത്. കാരണം ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ കുറേയേറെ നാളുകളായി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഈ 5 വർഷത്തിനിടയിൽ അവരുടെ നയങ്ങളിൽ വെള്ളം ചേർക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറായി വരുന്നു, കേരളത്തിൽ അങ്ങനെ ഫണ്ട് ഞങ്ങൾ ശേഖരിച്ച് ഈ പറയുന്ന സ്കൂളുകൾക്കെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിപ്പിക്കുന്നത് വഴി ഞങ്ങൾ ഇത്തരത്തിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് കേരള സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് താഴെത്തട്ടിൽ ക്യാമ്പസ് തലങ്ങളിൽ ആദ്യം വിദ്യാർത്ഥികളുടെ ഇടയിൽ അത് വലിയ രീതിയിലേക്കുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് ഈ സർക്കാരിന്റെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുകയാണ് ഒന്നാം ഘട്ട പ്രതിഷേധ പരിപാടികളായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം അസംബ്ലി തലങ്ങളിലുള്ള ഇതിന്റെ പ്രതിഷേധ പരിപാടികൾ, അതിനുശേഷം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഇതിന്റെ പ്രതിഷേധ പരിപാടികൾ നടത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അതും ഇതുമായി ബന്ധമില്ലല്ലോ. നമ്മളിപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിഗൗരവകരമായിട്ടുള്ളൊരു വിഷയം സംസ്ഥാനത്ത് നടക്കുകയാണ്. അപ്പോൾ മറ്റു വിഷയം പറയരുത് എന്നല്ല, ആ വിഷയത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതാണ് മാത്രമാണ് എൻ്റെ അറിവിലുള്ളൂ. ആ വിഷയത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ പ്രതികരിക്കാം. ഇത്ര ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അടിയറവ് വയ്ക്കുകയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്, RSS രാഷ്ട്രീയത്തിന് അടിയറവ് പറയുകയാണ്. അപ്പോൾ അത്ര ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്.